ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു അടിപൊളി ഹാങ്ങിങ് ആയിട്ടും അതുപോലെ നമ്മുടെ നിലത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതും അതുപോലെ അടിപൊളിയായിട്ട് എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റുന്നത്, അതായത് ബോൾ പോലെയോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ വാണ്ടറിങ് ചൂ എന്ന് പറഞ്ഞ ഒരു ചെടി. അടിപൊളിയാണ്. പല കളറുകളുണ്ട് ഇതിൻ്റെ ഗ്രീൻ ഉണ്ട്, അതുപോലെ ഇത്തിരി കൂടി ഡാർക്ക് കളറുണ്ട്, അങ്ങനെ കുറേ കളറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് കുഴിച്ചിട്ടാൽ അത് നല്ല പോലെ ബുഷായിട്ട് തന്നെ ഉണ്ടായി കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ വെട്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് വളം ചെയ്യുന്നത് ചാണകപ്പൊടി, മണ്ണ്, അങ്ങനെ ഉള്ള എല്ലാ വളം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കുഴിച്ചിടുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഹാങ്ങിങ് ആണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് കിട്ടുന്ന വിധത്തിൽ ഹാങ്ങിങ്ങിലേക്ക് ഉള്ളിലേക്ക് കടത്തിയിട്ട് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. അതുപോലെ വെള്ളം എല്ലാ ദിവസവും നനച്ചില്ലെങ്കിലും ഒന്നരാടമെങ്കിലും നനച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത്, അതായത് കട്ട കുത്തി ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണിത്. ഒരുപാട് നമുക്ക് സ്ഥലമൊന്നും വേണ്ട, ഒരു തരി സ്ഥലം ഉണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വല്ല മരത്തുമ്മലൊക്കെ ഞാത്തിയിട്ടാലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലൊക്കെ ഇതുപോലെ പാത്രത്തിലൊക്കെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അത് ഇത്തിരി തണലത്ത് വെച്ച് കഴിഞ്ഞതിൻ്റെ ഷെയ്ഡ് ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നല്ല വെയിലത്താണെങ്കിൽ ചെറിയ വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ചെടിക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചെടിയുടെ ഓരോ സൂര്യപ്രകാശത്തിൻ്റെ ഇതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. ഇതിൻ്റെ ഒരു തണ്ട് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുവന്ന് വെച്ചാൽ പോലും നിറച്ച് കാട് പോലെ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഇത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ്. വീടിന് നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. അപ്പോൾ ഞാനിത് ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് റെഡിയാക്കുകയാണ്. ആദ്യം കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ. ചകിരിച്ചോറും അതുപോലെ മണ്ണും ഇത്തിരി ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൽ ഞാൻ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വളമുണ്ട്, അത് നമ്മുടെ എൻ്റെ കടയിലൊക്കെ കിട്ടും, അത് വാങ്ങിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ബൂസ്റ്റ് അത് നല്ലതാണ് കേട്ടോ, ഒത്തിരി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലുപൊടി അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെടികൾ ഓരോന്നോരോന്നായി നട്ടു കൊടുക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഗാർഡൻ്റെ വീഡിയോ ചെയ്യൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല. പ്രത്യേകിച്ച് എനിക്ക് വേറെ കുറേ കാര്യങ്ങളിൽ ഞാൻ തിരക്കായതുകൊണ്ട് ഗാർഡനിലെ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് തീർക്കുക ചെയ്യുക. വീഡിയോ എടുക്കുമ്പോൾ ഒത്തിരി സമയം പോകും, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ചെടിയൊക്കെ നടുമ്പോൾ വീഡിയോയും കൂടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനായിട്ട് സമയം കിട്ടാറില്ല മെയിനായിട്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് വളരുന്നത്, ഓരോ ചെടികളെ കുറിച്ചിട്ടൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ലൈവുകളിലൊക്കെ എല്ലാവരും വന്ന് ചോദിക്കുന്നതാണ്. ഇതുപോലെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അത് ഇനി വളരുന്നതനുസരിച്ച് വേണമെങ്കിൽ ഇങ്ങനെ ഞാണ്ട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ തന്നെ നിൽക്കും. ഇതുപോലെയുള്ള അടിപൊളി പ്ലാന്റ്സ് ഉണ്ട്, വീടിന് അലങ്കാരമായിട്ട് നമ്മൾ വളർത്തുന്ന അടിപൊളി പ്ലാന്റ്സുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം, സമയം കിട്ടുമ്പോൾ ചെയ്യാം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ.